ഞാൻ റോഷി അഗസ്റ്റിന്റെ FB പോസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഒന്ന് നോക്കി. പക്ഷെ അതിൽ ഇന്നലത്തെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയുടെ ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇല്ല. തുടരും എന്ന് അദ്ദേഹം എവിടെയും ഉറപ്പിച്ചിട്ട് പറയുന്നുമില്ല. ഇതിൽ ജോസ് കെ മാണി ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്താണ്? ഒന്ന്, സഭാ നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദമുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് തട്ടിലാണ് എന്നത് മറ്റൊന്നുണ്ട്. പിന്നെയൊന്നുള്ളത് LDF-ൽ നിന്ന് പുറത്തു പോകാൻ മതിയായ കാരണമില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടായി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ നിലവിലിപ്പോൾ UDF-ലേക്ക് പോവുകയാണെങ്കിൽ സീറ്റ് മോഹികളാണ് കേരള കോൺഗ്രസ് എം എന്നൊരു വിലയിരുത്തൽ പൊതുജനങ്ങൾക്കുള്ളിൽ അടക്കം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സമ്മർദ്ദത്തിലാണോ ജോസ് കെ മാണി ഉള്ളത്? ജോസ് കെ മാണിയെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ കനത്ത തിരിച്ചടിയാണ്. അതായത് അതിൻ്റെ ഒരു പ്രത്യാഘാതം, അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഒക്കെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായേക്കും എന്ന ചില വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഇത്തവണ നിലവിലിപ്പോൾ 5 MLA-മാരുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF വേവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു UDF തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരൊറ്റ സീറ്റിൽ പോലും ജയിച്ച് കയറാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കഴിയാതെ വന്നേക്കുമെന്ന ആശങ്ക ജോസ് കെ മാണിയെയും ഒപ്പം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗത്തിനുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു 3 MLA-മാർക്കും ഈ ആശങ്കയുണ്ട്. അതായത് അതോടുകൂടി കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ തകർന്നു പോകുന്ന തരത്തിലേക്ക്, അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് അത്തരമൊരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സഭാ നേതൃത്വത്തിന്റെ വലിയ പ്രഷറാണ്. സീറോ മലബാർ സഭ, ഞാൻ പറഞ്ഞല്ലോ, മധ്യ കേരളത്തിൽ കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭ സീറോ മലബാർ സഭയാണ്. ആ സഭയെ പിണക്കിക്കൊണ്ട് മധ്യ കേരളത്തിൽ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് UDF-ന്റെ ഒരു UDF ബ്ലഡാണ് ശരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെത്. അതുകൊണ്ട് ആ UDF മൈൻഡിൽ ചിന്തിക്കുന്ന, ആ UDF-നൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു അണികൾ നേതാക്കൾ കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പലതും സംഭവിക്കും. പലരും UDF-ലേക്ക് വരും എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം UDF നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം UDF-ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ തന്നെയാണ്. പക്ഷേ അത് പരസ്യമായി അവരോട് ആവശ്യപ്പെടില്ല. അവർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന നിലപാടാണ് സതീശനടക്കം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നോക്കൂ, ഇതിനകത്ത് വലിയ രീതിയിലുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട്. ആ ചരടുവലികൾ പ്രധാനമായി നടത്തുന്നത് സഭാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ തന്നെയാണ്. കാര്യമായ സമ്മർദ്ദം സഭയുടെ ഭാഗത്തുനിന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ മുകളിലില്ലേ? ദിവ്യ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഒരു മിന്നുന്ന വിജയം സ്വന്തമാക്കിയതോടുകൂടി UDF-നകത്തേക്ക് വരാം എന്നൊരു ചിന്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വളരെ സജീവമായിരുന്നു. കത്തോലിക്ക സഭയ്ക്കും UDF-നോട് ഒരു അനുകൂല സമീപനമാണ് നിലവിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭാ നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം ആരംഭിക്കുന്നത്. പിന്നീട് സിനഡ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗിക വാഹനങ്ങളെല്ലാം ഒഴിവാക്കി സിനഡിലെ ബിഷപ്പുമാരെയും അതുപോലെ തന്നെ കത്തോലിക്ക സഭ അധ്യക്ഷനെയും എല്ലാം കാണാൻ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുന്നണി മാറ്റം ഒരു ചർച്ചയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ LDF വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ചോദിച്ച സീറ്റുകളെല്ലാം തന്നെ LDF നൽകി. എന്നാൽ അതിനനുസരിച്ച് ഒരു വിജയം കൊണ്ടുവരാൻ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാധിച്ചില്ല. ഒരുപക്ഷെ LDF തോറ്റതിനൊപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളും വലിയ തോതിൽ പരാജയപ്പെട്ടു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അപ്പോഴും UDF-നൊപ്പം നിന്നപ്പോൾ അവർക്ക് വലിയ സാമാന്യം നല്ല വിജയമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുന്നണി മാറ്റം എന്നൊരു ചർച്ച കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സജീവമാകുന്നത്. അപ്പോഴും മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മറിച്ചുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. LDF-നൊപ്പം തന്നെ നിലയുറപ്പിക്കണം എന്നൊരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നിലവിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും അടക്കമുള്ളവർ LDF-നൊപ്പം നിന്ന് ബാക്കിയുള്ളവർ ജോസ് കെ മാണിക്കൊപ്പം UDF-ൽ ചേരുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നിലവിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ മുൻകൈയിൽ നടന്ന ചർച്ചകളെല്ലാം തന്നെ ഫലപ്രദമായിരുന്നു. അങ്ങനെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതൃത്വവുമായി ഇത് ചർച്ച ചെയ്തത്. അങ്ങനെ ഒരു പിളർപ്പുണ്ടായാലും അത് തിരിച്ചടിയാകാൻ പോകുന്നതും കേരള കോൺഗ്രസ് എമ്മിന് തന്നെയല്ലേ? അത് ഒഴിവാക്കാനുള്ള നീക്കങ്ങളായിരിക്കില്ലേ ജോസ് കെ മാണി നടത്തുക?
തീർച്ചയായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകൾക്കോ പിളർപ്പ് എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക വിഭാഗം കോൺഗ്രസ് മാണിയുടെ ഔദ്യോഗിക വിഭാഗം ജോസ് കെ മാണി എവിടെയാണ് നിൽക്കുന്നത് അതിനൊപ്പമായിരിക്കും സ്വാഭാവികമായും കണക്കാക്കപ്പെടുക. നിലവിൽ കത്തോലിക്ക സഭയുടെ കൂടി താല്പര്യം ജോസ് കെ മാണിയും ഒപ്പമുള്ളവരും UDF-ൽ പോകണമെന്നതാണ്. ആ താല്പര്യം ഒരുപക്ഷെ ജോസ് കെ മാണിയിലൂടെ തന്നെ യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. അതിനുള്ള അവസാനവട്ട പിരിമുറുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഹൈക്കമാൻഡിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ചില ഉറപ്പുകൾ, അതുപോലെ തന്നെ സീറ്റുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ജോസ് കെ മാണി കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDF നടത്തുന്ന പരിപാടികൾക്ക് പങ്കെടുക്കുകയാണെങ്കിൽ അത് LDF-നുള്ള തങ്ങളുടെ പിന്തുണയായി അല്ലെങ്കിൽ LDF-ന്റെ ഭാഗമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനിയും മുന്നണി മാറാൻ വൈകിയാൽ തങ്ങൾ അധികാര ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പ്രതിച്ഛായ ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് കൃത്യമായ ഒരു ഉറപ്പ് കോൺഗ്രസിൽ നിന്ന്, അത് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ആകണം എന്നവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അക്കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അണികളെല്ലാം തന്നെ നിലവിൽ ജോസ് കെ മാണിയുടെ ഒപ്പമാണ്. നേതൃത്വത്തിലാണ് ഈ ഭിന്നിപ്പുള്ളത്. ആ ഭിന്നിപ്പ് പരിഹരിക്കാൻ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് കഴിഞ്ഞേക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു പിളർപ്പ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്.